ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക കൊച്ചമ്മണിയോട് പറയുക, നിങ്ങളെ രാജുവിൻ്റെ ബന്ധുവായിട്ടാണ് കുറച്ച് പരിഗണനയൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നത്. എന്നാൽ ഇനി അത് പ്രതീക്ഷിക്കണ്ട, എൻ്റെ ലെവലൊക്കെ മാറി, എൻ്റെ ലെവല് വേറെയാ. അയ്യോ അംബികയുടെ ലെവല് മാറിയോ? ആ മാറി. അപ്പോൾ അംബിക എന്നെ അങ്ങ് ഡൈവോഴ്സ് ചെയ്തോ? നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? ഇനി മേലാൽ ഇവിടെ വരികയോ എന്നെ കാണുകയോ ചെയ്തേക്കരുത്. എന്നാലേ ഞാൻ പോയേക്കാം അംബികെ ഇവിടെ അടുത്താണോ പോലീസ് സ്റ്റേഷൻ? ഇത് ഏത് അതിർത്തിയാ? നിങ്ങൾക്കെന്തിനാ പോലീസ് സ്റ്റേഷൻ അറിയേണ്ടത്? എന്താ കാര്യം? അതെ, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. എന്തോന്ന് കാര്യം? അതായത് ആ ജഗന്നാഥനെ കൊന്നതിൻ്റെ ആ തോക്കിൻ്റെ കാര്യമേ. ഇത്രേ പറഞ്ഞോളൂ. പെട്ടെന്ന് അംബിക വരണ്ട് കൊച്ചമ്മയുടെ വായങ്ങ് പൊത്തിപ്പിടിച്ച്. അയ്യോ എൻ്റെ മുണ്ടയ്ക്കലമ്മേ, ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേട്ടാലോ. കേക്കട്ടെ അംബികെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് കുറച്ച് ദർഹം വേണം. ദർഹമോ? നിങ്ങൾക്ക് എത്ര രൂപ വേണോ അത് പറ. ഒരു 25,000 മതിയോ? ഞാൻ ഇട്ടുതരാം. അയ്യോ അത് പറ്റില്ല അംബികെ, ഒരു 50,000 ഇട്ടേരെ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ദേഷ്യത്തോടെ അംബിക കൊച്ചമ്മണിക്ക് അങ്ങോട്ട് അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേലി കിടന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ട ലക്ഷണമായിപ്പോയി ഇപ്പോൾ അംബികയുടെ നിപ്പ്. അക്കൗണ്ടിൽ പൈസ വീണപ്പം നാണ്ട കൊച്ചമ്മണി ചിരിയൊക്കെ ചിരിച്ച് പറയുക, ഞാൻ ഇനിയും വരും കേട്ടോ എന്നും പറഞ്ഞ് കൊച്ചമ്മണി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കൊച്ചമ്മണിയുടെ കയ്യിലെ കറവപ്പശുവാണ് അംബിക. പ്രതാപനാണെങ്കിൽ ഈ സമയം റൂമിനകത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്ന് രാജു പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുവാണ്. ആ നിയമമേ എല്ലാവർക്കും ബാധകമാണ് സാറേ. ചരിത്രമായിട്ട് തന്നെ നിൽക്കും. ചരിത്ര പുസ്തകത്തിലെ സാറിൻ്റെ പ്രൊഫൈൽ എഴുതി ചേർക്കുന്ന കള്ളനെന്നായിരിക്കും. അപ്പോൾ ശേഖരൻ ഡോറ് തുറന്ന് അകത്തോട്ട് വരിക. ആ വാ ശേഖര, നീ ഇവിടെ വന്നിരിക്കി. ചേട്ടാ, അടുത്ത ഇലക്ഷൻ വരുമല്ലയോ? അതെ, അതിനെക്കുറിച്ച് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് ചേട്ടാ, ഈ കേസ് ഇങ്ങനെ നിൽക്കുമ്പോഴേ ചേട്ടന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമോ? എനിക്ക് മത്സരിക്കാൻ കഴിയില്ല ശേഖര. ചേട്ടന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവനവൻ്റെ സ്വന്തം ഇമേജും കരിയറും അല്ലേ നഷ്ടപ്പെടുത്തിയത്? ആ സബ്ജക്റ്റ് അങ്ങ് വിട്ടേരെ ശേഖര. ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തോന്ന് കൂടാപ്പറപ്പാ? ഞാൻ പിന്നെ മനുഷ്യനാണോ? ചേട്ടാ അങ്ങനെയല്ല. വേണ്ട ശേഖര, ഇനി ഒന്നും പറയണ്ട. ചേച്ചിയുടെ കാര്യം പറഞ്ഞ് നീയും ഞാനും ഒരു തർക്കം ഇനി വേണ്ട. വെറുതെ എന്തിനാ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാക്കുന്നത്? മഹാദേവവർമ്മ സാറിന്റെ കാലം തൊട്ട് ആ നിയോജക മണ്ഡലം നമ്മുടേതാ. അതുകൊണ്ട് നമ്മളെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും അവിടെ വേണം. എന്തായാലും എനിക്കും ചേച്ചിക്ക് ഇനി മത്സരിക്കാൻ കഴിയില്ല. ശേഖര, നിനക്ക് മത്സരിച്ചുകൂടെ? എന്റെ പൊന്നു ചേട്ടാ, അത് മാത്രം പറയല്ലേ. എനിക്ക് പൊളിറ്റിക്സിന്റെ ABCD അറിയില്ല. ഞാൻ അതിനൊന്നിനുമില്ല. പിന്നെ ആരെയാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത്? രാജുവിനെ ഋതികയെ നിർത്താൻ പറ്റുമോ? ചേട്ടൻ അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേ. അപ്പോൾ ശേഖരൻ്റെ ഫോണിലോട്ട് കോയമ്പത്തൂരിലെ ഫാക്ടറി മാനേജറുടെ ഫോൺ വരുന്നുണ്ട്. ചേട്ടാ, ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ എന്നും പറഞ്ഞ് ശേഖരൻ അവിടുന്ന് പോവുകയാണ്. ശേഖരൻ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പ്രതാപന്റെ കണ്ണിൽ പവിത്ര സിസ്റ്ററിന്റെ ഡയറി കാണുന്നുണ്ട്. ആ ഡയറി തുറന്നു നോക്കണോ? ഒരു പക്ഷേ നോക്കിയാൽ അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുമല്ലോ. എന്തായാലും നോക്കാം എന്നും പറഞ്ഞ് പ്രതാപൻ ആ ഡയറി എടുത്ത് തുറക്കുമ്പോൾ തന്നെ ഒരു തുളസിക്കതിർ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ആ തുളസിക്കതിർ എടുത്തിങ്ങനെ സന്തോഷത്തോടെ പ്രതാപൻ നോക്കുവാണ്. അങ്ങനെ പ്രതാപൻ ഡയറി വായിക്കുവാൻ. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പക്ഷെ ദൈവം എനിക്ക് അതിനൊരു അവസരം ഒരുക്കി. അദ്ദേഹത്തെ പരിചരിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും എനിക്ക് കോടി പുണ്യമാണെന്നറിയാം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണുമെന്ന്. ഇത് എഴുതുമ്പോൾ അദ്ദേഹത്തെ ഓർത്തെൻ്റെ ഹൃദയം വിങ്ങുമാണ്. എൻ്റെ കണ്ണുനീരെനിക്ക് അടക്കാൻ കഴിയുന്നില്ല. ആ ഡയറിയിലെ വരികൾ വായിച്ച് പ്രതാപൻ ഇങ്ങനെ ആകാംക്ഷയുടെ അതിശയത്തോടെ വിഷമത്തോടെ ഇരിക്കുവാണ്. സിസ്റ്റർ പവിത്രയ്ക്ക് എന്നോട് ഇത്രയും മാനസികമായ അടുപ്പമുണ്ടായിരുന്നോ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രതാപൻ ആ ഡയറി ഇങ്ങനെ മാറോടെ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ഋതികയാണെങ്കിൽ റൂമിലിരുന്ന് അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ മൊബൈലിൽ കണ്ടിങ്ങനെ നോക്കിയിരിക്കുവാണ്. അപ്പോൾ രാജു അങ്ങോട്ട് വന്ന് മോളെ എന്ന് വിളിക്കുകയും ഋതിക ഞെട്ടി എഴുന്നേറ്റ് നോക്കുവാണ്. പ്രതാപന്റെ സ്വരം പോലെ തോന്നി. എന്താ ഋതു സ്വപ്നം കണ്ടോണ്ടിരിക്കുവായിരുന്നു? അതേ രാജു, സ്വപ്നം കണ്ടോണ്ടിരിക്കുവായിരുന്നു. ദാണ്ടെ ഈ സ്വപ്നം എന്നും പറഞ്ഞ് മൊബൈൽ കാണിച്ചു കൊടുക്കുവാണ് ഋതിക. പ്രതാപനും പത്മാവതിയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയാണ്. ഋതു, ഇത് സ്വപ്നമല്ലല്ലോ, വർമ്മ സാറിന്റെ അമ്മയുടെയും ഫോട്ടോ അല്ലേ? ഇതാ രാജു എൻ്റെ സ്വപ്നം. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഇവർ ഒരുമിച്ച് ഇതുപോലെ കഴിയണം. രാജുവിൻ്റെ സഹായത്തോടെ ഈ ഒരു ലക്ഷ്യം എന്തായാലും ഞാൻ നിറവേറ്റും. എൻ്റെ ഋതു, ഇക്കാര്യത്തിൽ ആദ്യമേ റെഡിയായി ഇറങ്ങിയത് ഞാൻ തന്നെയല്ലേ? ഞാൻ അല്ലെന്ന് പറഞ്ഞില്ലല്ലോ രാജു. ഈ പരസ്പരം പിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് എനിക്ക് ഭയങ്കര ദേഷ്യം വരാറുണ്ട്. അവരുടെ മക്കളുടെ മാനസികാവസ്ഥ അവരറിയുന്നുണ്ടോ? അവരുടെ സങ്കടം അവർ മനസ്സിലാക്കുന്നുണ്ടോ? മക്കളുള്ള ദമ്പതികൾക്ക് ഒരിക്കലും കോടതി വിവാഹമോചനം കൊടുക്കരുത്. മക്കളെ മറന്ന് അകന്ന് ജീവിക്കുന്ന മാതാപിതാക്കളെ പോലീസ് പിടികൂടി അവരെ ഒരുമിപ്പിക്കണം. അങ്ങനെ ഒരു നിയമം വരണം ഋതു. അച്ഛനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാജു, എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് തോന്നും. അമ്മയെ കാണുമ്പോഴോ പെട്ടെന്ന് എനിക്ക് എൻ്റെ അച്ഛനെ കാണണമെന്ന് തോന്നും. രാജുവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഋതിക പറയുക,
അച്ഛനും അമ്മയും നമ്മളിങ്ങനെ ഇരിക്കുന്ന പോലെ ജീവിക്കണേന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുക. എനിക്കറിയാൻ ഋതു, എൻ്റെ ഋതുവിൻ്റെ സങ്കടം. അകന്നു കഴിയുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മകളായിരുന്നു കൊണ്ടാണോ പണ്ട് മുതലേ എനിക്ക് ഋതുവിനോട് ഇഷ്ടം. കാരണം ഒരിക്കലും പിരിയാത്ത, എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരച്ഛൻ്റെ അമ്മയുടെ മകനാണ് ഞാൻ. എടീന്ന് വിളിച്ചോണ്ട് വരുന്ന എൻ്റെ അച്ഛനും എന്തോ എന്നും പറഞ്ഞ് വിളി കേട്ടോണ്ട് ഓടി വരുന്ന എൻ്റെ അമ്മയും. എൻ്റെ ഋതു ഇങ്ങനെ കരയാതെ ഋതുവിൻ്റെ ഈ സ്വപ്നം ഒട്ടും താമസിക്കാതെ തന്നെ നിറവേറും. അച്ഛൻ്റെ മുറിയിൽ ഞാൻ കൊണ്ടുവച്ച ആ ഡയറിയുടെ കാര്യം രാജുവിനോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, ഇപ്പം പറയണ്ട. ഈ സമയം വേണുവേട്ടനും രാധമ്മയുടെ വീട്ടിലിരിക്കുക. വേണുവേട്ടൻ പറയാം, ആ കൊച്ചമ്മണി അറബിയുടെ തള്ളു കേട്ട് കേട്ട് ഞാൻ മടുത്തു. എന്തൊരു മുടിഞ്ഞ തള്ളയാ. ഈ ശല്യത്തെ ഒഴിവാക്കാൻ ഞാൻ പല പണിയും നോക്കി, പക്ഷെ ഒരു വഴിയും തെളിയുന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ. എൻ്റെ വേണുവേട്ട, അവരെ അങ്ങനെയൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഇനി ചീത്ത പറഞ്ഞാലും അവർ പോവില്ല. ഇങ്ങനെ യാതൊരു ഉളുപ്പുമില്ലാത്ത ജന്മങ്ങളുണ്ടോ രാധേ? ഇത് മനുഷ്യഗുണത്തിൽ ജനിച്ചതോ അതോ കാട്ടാള കുലത്തിൽ ജനിച്ചതോ? അപ്പോൾ പ്രിയ ഒരു മോഡേൺ ഡ്രസ്സിൽ കയ്യിൽ വലിയ ബാഗും ഒക്കെ ആയിട്ട് ഒരു വളിച്ച മോന്തയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അത് വേണുവേട്ടൻ കണ്ടിട്ട്, രാധമ്മേ ഈ വരുന്നത് ആരാന്നൊന്ന് നോക്കിക്കേ, ദാണ്ട വരുന്ന അടുത്ത പോത്ത്. രാധേ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, യാതൊരു അനുകമ്പയും പാടില്ല. അഥവാ നീ സകത വെച്ച് പോയാൽ നിന്റെ ചെവിക്കല്ല് നോക്കി അടിക്കും ഞാൻ. പ്രിയ അകത്തോട്ട് കയറി വരിക. വേണുവേട്ടൻ ചോദിക്കുന്നു, ആരാ, എവിടുന്നാ, എന്താ ഇങ്ങോട്ട് പോകുന്നത്? എടി രാധേ, നീ അറിയോ ഈ മേഡത്തിനെ? അയ്യോ എനിക്കറിയില്ല വേണുവേട്ട. എന്നാ വല്ല പിച്ചക്കാരുമായിരിക്കും. കേരളത്തിലാണെങ്കിൽ ഇപ്പൊ പൊതുവെ പിച്ചക്കാർ കുറവാ. പണ്ടൊക്കെ ഇതുപോലൊക്കെ ആൾക്കാർ വന്ന ശനിയാഴ്ച വാ എന്ന് പറയുന്നൊരു പതിവുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, ഇപ്പൊ പിച്ചക്കാരില്ലാത്തോണ്ട് അതും അങ്ങ് മറന്നു. എന്നിട്ട് പ്രിയെ നോക്കി പറയാം, ദേ കൊച്ചേ, അപ്പുറത്തെ വീട്ടിലെങ്ങാണ്ടും പോയി തെണ്ട്, ഇവിടെ ഒന്നുമില്ല. പെട്ടെന്ന് പ്രിയ അകത്തോട്ട് കയറാൻ പോകുമ്പോൾ രാധമ്മ, അകത്തോട്ട് കയറിപ്പോകരുത്. ഒരു കഷ്ടകാലം വന്നപ്പോൾ തന്തയും തള്ളയും തള്ളി പെരുവഴിയിലാക്കിയിട്ട് നീ പോയതല്ലേ, അതുകൊണ്ട് നീ ഇവിടുത്തെ പൊയ്ക്കോ. ഇനി നിന്നെ ഒന്നും ചുമക്കാനേ ഞങ്ങൾക്ക് നേരമില്ല. അയ്യോ, ഭാര്യയെ മാതാപിതാക്കളോടൊപ്പം ലോഡ്ജിൽ വിടാനേ നാണക്കേടുള്ള നിന്റെ ഭർത്താവെന്ന യോഗ്യനുണ്ടല്ലോ. നീ ഇവിടെ നിൽക്കാതെ അവനോടൊപ്പം അങ്ങ് പോടി. നിനക്കറിയാവോടി, ഞങ്ങളുടെയൊക്കെ ചോരയും നീരുവാടി നിങ്ങളൊക്കെ. ഞങ്ങൾക്കാണെങ്കിലേ ഇപ്പൊ ചോരയും നീരും ഒന്നും ഇല്ല, അതൊക്കെ അങ്ങ് വറ്റിപ്പോയി. ഇങ്ങനെ വേണുവേട്ടൻ പറയുമ്പോൾ പെട്ടെന്ന് രാധമ്മ പറയാം, അതുകൊണ്ട് നിങ്ങളെ ഒന്നും ചുമക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അതിനുള്ള നേരവുമില്ല, അതിനുള്ള ആരോഗ്യവും ഞങ്ങൾക്കില്ല. നിന്നെ ഞങ്ങൾ മാന്യമായി കെട്ടിച്ചു വിട്ടത് അവനിപ്പം മന്ത്രിമാരോടൊപ്പം ആണല്ലോ, അതുകൊണ്ട് അവനോടൊപ്പം പോയി അങ്ങ് സന്തോഷത്തോടെ ജീവിച്ച വേണുവേട്ടൻ കളിയാക്കുവാണ്. അയ്യോ, ഞാൻ എവിടെ പോകാനാച്ചാ? അയ്യോ പ്ലീസ്, ദയവ് ചെയ്ത് നീ എന്നെ അച്ചാന്ന് വിളിക്കല്ലേ. പരട്ടേന്നാ നീ ഇപ്പൊ വിളിച്ചതിന്റെ അർത്ഥം? അയ്യോ കളിയാക്കല്ലേ അച്ഛാ, എനിക്ക് പോകാനിപ്പോൾ ഒരു സ്ഥലവും ഇല്ല. ജയേട്ടനാണെങ്കിൽ ക്വാർട്ടേഴ്സും ഇല്ല. ഇപ്പൊ രാധമ്മ ചോദിക്കുക, അല്ല മന്ത്രിമാരുടെ ബംഗ്ലാവില്ലേ, അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലു. അമ്മേ, അതിപ്പോ ജയേട്ടൻ PA അല്ലമ്മേ. ഇപ്പോഴാണെങ്കിൽ ശമ്പളവും ഇല്ല, അതുകൊണ്ട് ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കാനുള്ള വരുമാനവും ഇല്ല. അത് കേട്ടിട്ട് വേണുവേട്ടൻ ദേഷ്യം എരച്ചു വരുക. വരുമാനം ഇല്ലെങ്കിൽ വല്ല കൂലിപ്പണിക്കും പോടി. നീ തൊഴിലുറപ്പിന് പോ, നല്ല കാശ് കിട്ടും. അപ്പോഴകത്തുനിന്ന് കൊച്ചമണി പുറത്തോട്ട് വരുന്നുണ്ട്. വേണുവേട്ടൻ പറയുക, ദാണ്ട ഈ മുഹമ്മദ് അലി മൻസൂറിന്റെ ബീബീനെയും കൂടെ ഒന്ന് വിളിച്ചോ. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ കാളവണ്ടിക്ക് സൈഡ് പിടിച്ചങ്ങ് നടന്നോ. അയ്യോ, ഇവരെപ്പോ വന്ന്? ഇവര് ചത്തില്ലയോ? എന്താടി പ്രിയ നീ പറഞ്ഞത്? ഞാൻ ചത്തെങ്കിൽ നിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുപോടി. ദാണ്ടേ കാര്യമൊക്കെ കൊള്ളാം. ഇവിടെ കിടന്ന് അമ്മായിയമ്മയും മരുമകളോടെ തല്ലുകൂടിയേക്കരുത്. ഞങ്ങൾക്ക് കുറച്ച് സ്വസ്ഥതയും സമാധാനവും ഒക്കെ വേണം. അതുകൊണ്ട് വേഗം രണ്ടും കൂടി ഇറങ്ങിപ്പോയിക്കോ. അല്ല വേണുവാശാനെ, ഞാൻ പോകണമെന്ന് പറയുന്നത് എന്തൊരു ന്യായവാ? ഞാൻ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തതാണ്ട് ഇവളും എൻ്റെ മോനും അല്ലയോ? അത് കേട്ടിട്ട് വേണുവേട്ടൻ ചോദിക്കുന്നു, അല്ല നിങ്ങൾ ഇവിടെ നിൽക്കുന്ന എന്തിൻ്റെ ന്യായം വെച്ചാ? നിങ്ങളെ എൻ്റെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചതുവല്ലോ ആണോ? രാധമ്മ പ്രിയോട് പറയാം, ഞങ്ങളൊരു പാഠം പഠിച്ച് മക്കളെ അതിര് വിട്ട് സ്നേഹിക്കരുതെന്നുള്ള ഒരു പാഠം അതിനും വേണ്ടി ഞങ്ങൾ അനുഭവിച്ചു. ഇനി സഹിക്കാൻ വയ്യ. കൊച്ചമ്മണി പെട്ടെന്നൊരു അഭിനയം പ്രിയയുടെ നേരെ. നിനക്കൊക്കെ മനസാക്ഷി ഉണ്ടോടി? ഒരാപത്ത് വന്നപ്പോൾ പെട്ടെന്ന് അവരെ ഉപേക്ഷിച്ചിട്ടങ്ങ് പോയേക്കുന്നു. നീ കാണിച്ചത് മര്യാദയാണോടി? നിന്നെയൊക്കെ പൊന്നുപോലെ സ്നേഹിച്ച് വളർത്തിയവരാ ഈ വേണുവാശാനും രാധമ്മയും. നീയൊക്കെ എന്നിട്ട് എന്താ ചെയ്തത്? പുറംകാലം കൊണ്ട് ഇവരെ തൊഴിച്ചില്ലേടി? ഇത് കേട്ടിട്ട് പ്രിയ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. ദേണ്ട തള്ളേ, എൻ്റെ അച്ഛനും അമ്മയും എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാനതങ്ങ് സഹിക്കും. കാരണമേ ഇവർ രണ്ടുപേരും എൻ്റെ അച്ഛനും അമ്മയാ. പക്ഷെ നിങ്ങൾ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും. സഹികെട്ട് രാധമ്മ രണ്ട് കൈയെടുത്ത് തൊഴുതിട്ട് പറയാ, ഞങ്ങൾ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് ജീവിച്ചോട്ടെ, നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരാവോ? ഒരു രക്ഷയില്ലെന്ന് മനസ്സിലാക്കി പ്രിയ മനസ്സിൽ പറയുക, ഇവരെ ഒന്ന് അലിയിക്കണമെങ്കിൽ ഇനി 18ാമത്തെ അടവൊന്ന് എടുക്കണം, എന്നാലേ ഇനി രക്ഷയുള്ളൂ എന്നും പറഞ്ഞ് പ്രിയ ഒരു കള്ളക്കരച്ചിൽ അങ്ങോട്ട് പാസ്സാക്കുക. പാവങ്ങളാണല്ലോ വേണുവേട്ടനും രാധമ്മേ. പെട്ടെന്ന് വേണുവേട്ടൻ പറയാം, വീട്ടുവാതൊക്കെ നിന്ന് മോങ്ങാതെ കയറി പോടിയകത്ത്.
അത്രയും പറഞ്ഞ താമസം തൻ്റെ പ്രിയ പെട്ടെന്ന് ബാഗ് എടുത്തോണ്ട് അകത്തോട്ട് ഓടി അങ്ങ് പോയി. ലോക തരികിടയുടെ ഉസ്താദായ കൊച്ചമ്മണി മനസ്സിൽ പറയാം, ഇവൾ ഒന്നൊന്നര തരികടക്കാരിയുടെ ആശാട്ടിയാണല്ലോ. ഈ പാവങ്ങളോട് എന്തൊരു മുടിഞ്ഞ അഭിനയമാ അവളീ കാണിച്ചത്. അങ്ങനെ അകത്ത് കയറി ബാഗൊക്കെ വെച്ചിട്ട് പ്രിയ പുറത്തോട്ട് വന്നിട്ട് പറയാം, പിന്നെ കോവിഡും വെള്ളപ്പൊക്കം വന്നിട്ട് പോലും ഈ പ്രിയ കരഞ്ഞിട്ടില്ല. പിന്നാണോ വീട്ടിൽ കയറാൻ വേണ്ടി കാണിച്ച ഈ കള്ളക്കരച്ചിൽ? ഈ സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നവർ കരയാൻ വേണ്ടി ഗ്ലിസറിനൊക്കെ ഉപയോഗിക്കുന്ന ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി കള്ളക്കരച്ചിൽ കരയാൻ വേണ്ടി കുറച്ച് ഗ്ലിസറിൻ മേടിച്ച് ബാഗിനകത്ത് വെക്കണം. കൊച്ചമ്മണി പതുക്കെ വന്ന് പ്രിയ ഇങ്ങനെ നോക്കി ഒളിച്ച് നിൽക്കുവാണ്. കൊച്ചമ്മണി മനസ്സിൽ പറയുക, ഞാൻ ഗൾഫിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവള് കുറച്ച് അടക്കവും ഒതുക്കമൊക്കെ ഉള്ള ഒരു കുരുപ്പായിരുന്നല്ലോ. ഞാൻ തിരിച്ചു വന്നപ്പോൾ അവളുടെ വേഷത്തിലുമൊക്കെ വലിയ പത്രാസ്. മരുമകളെ എപ്പോഴും നടുവിലങ്ങും കൂച്ചുവിലക്കും ഇട്ട് വേണം നിർത്താൻ, അല്ലെങ്കിൽ അമ്മായിയമ്മമാർക്ക് പിന്നെ ഒരു വിലയുണ്ടാവില്ല. പ്രിയ ജയന് ഫോൺ ചെയ്യുന്നുണ്ട്. ജയൻ ചോദിക്കുന്നു, എടീ നീ കയറി പറ്റിയോ? പിന്നെ ഇല്ലേ, ഞാനൊരു കള്ളക്കരച്ചിലൊക്കെ കാണിച്ച് ഞാൻ കയറി പറ്റി ജയേട്ടാ. ആദ്യമൊന്നും അവരെന്നെ കയറ്റാൻ യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. എൻ്റെ കരച്ചിൽ കണ്ട് അവരങ്ങ് മയങ്ങി. നിങ്ങളുടെ തള്ളയില്ലേ ആ മരത്തവള കൊച്ചമ്മണി, അവരാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ വീട്ടുകാരുടെ ഭക്ഷണം ചേർന്ന് കളഞ്ഞു. എൻ്റെ പ്രിയെ, നീ എന്തിനാ ആ കിളവിയെ കണക്കിലെടുക്കുന്നത്? അവരല്ലെങ്കിലും ഒരു മരയോന്തല്ലേ. അല്ലെങ്കിലും പ്രിയ, ഞാനിപ്പം നിന്നെ വിളിക്കാനിരിക്കുമായിരുന്നു. കേരളീയ രാഷ്ട്രീയത്തിൽ ഇന്നൊരു വെള്ളിടി മുഴങ്ങും. അയ്യോ, എന്തോ ചെയ്യട്ടെ, വെള്ളിടിയും കൊടുങ്കാറ്റുവോ? കൊച്ചമ്മണി അതൊക്കെ കേൾക്കുന്നുണ്ട്. ദൈവമേ, അടുത്ത വെള്ളപ്പൊക്കവോ? നീ ഗൾഫിലോട്ട് തന്നെ അങ്ങ് തിരിച്ചു പോയാലോ? എടി പ്രിയ, അന്തരീക്ഷത്തിലൊന്നും അല്ലിത്, കേരളീയ രാഷ്ട്രീയത്തിലാ. ഓ, രാഷ്ട്രീയത്തിലാണല്ലേ ചെയ്യട്ടാ? അപ്പോഴെപ്പോഴാ വെള്ളിടി വെട്ടുന്നത്? നീ കൃത്യം 7 മണിക്ക് TV വെച്ചിട്ട് ന്യൂസ് ചാനൽ കണ്ടു. അയ്യോ, അത് പറ്റില്ല, ആ സമയത്താ സീ കേരളയിലെ അകലെ സീരിയലുള്ളത്. എന്നാ നീ സീരിയൽ കണ്ടിട്ട് ന്യൂസ് ചാനൽ കണ്ടു. എടി, വലിയ സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ അനന്തപിള്ള സാറിൻ്റെ വീട്ടിലാണ്. ഞാൻ ഭയങ്കര ബിസിയാ. രാഷ്ട്രീയ ചർച്ചകളും ഡിസ്കഷൻസും, അങ്ങനെ മൊത്തം പൊളിറ്റിക്സാ. ഞാൻ പിന്നെ വിളിക്കാൻ പ്രിയെ എന്നും പറഞ്ഞ ഒരു ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പോൾ കൊച്ചമ്മണി അവിടെ പാത്ത് നിൽക്കുന്ന പ്രിയ കണ്ട് പ്രിയ ചോദിക്കുക, നിങ്ങളെന്താ പച്ചമീൻ കടയിലെ പൂച്ച ഒളിഞ്ഞു നോക്കി നിൽക്കുന്ന പോലെ നിങ്ങൾ എന്നെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി നിൽക്കുന്നത്? എന്താടി മൊബൈൽ ഫോണിൽ കൂടെ ഒരു രഹസ്യമോ? ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ചതിന് നിങ്ങൾക്കെന്താ? അവനും നീയും തമ്മിൽ എന്താ ഒരു ചുറ്റിക്കളി എന്നാ ചോദിച്ചേ. ഭർത്താവൊക്കെ ആണെങ്കിലും അവനൊരു പുരുഷനല്ലേ. നിങ്ങൾക്ക് എന്താ പെണ്ണുമ്പിള്ളേ? ഒട്ടകം കാലും അടക്കി അങ്ങനെ നിങ്ങളെ അടിച്ചോ? തലയുടെ പിരിപോയതുപോലെ നടക്കുക. വേണ്ടേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളെനിക്ക് അമ്മായിയമ്മയല്ല, ഒരു തൊമ്മിക്കുഞ്ഞുമല്ല. നിങ്ങൾ ഏതോ ഒരു സ്ത്രീയാ. എൻ്റെ ലൈഫിലോട്ടെങ്ങനെ ആവശ്യമില്ലാതെ കയറി വന്നാൽ എൻ്റെ സ്വഭാവം മാറുവേ, പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ പ്രിയ അവിടെ നിന്ന് നടന്നു പോവുക. ന്യൂസ് റിപ്പോർട്ടറാന്ന് തോന്നുന്നു ഒരു പെണ്ണ് അങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ടിട്ട് ജയൻ ഓടിച്ചെന്ന് ചോദിയോ, എന്തിനാ ഇപ്പോഴേ ഇങ്ങോട്ട് വന്നത്? 7 മണിക്കല്ലേ പരിപാടി തുടങ്ങാൻ പോകുന്നത്. തീയുണ്ടയായിരിക്കും കത്താൻ പോകുന്നത്. സാറേ എന്നും പറഞ്ഞ് ജയൻ അകത്തോട്ട് ഓടിച്ചെന്ന് അനന്തപിള്ളയോട് പറയാം, സാറേ തൻ്റെ മീഡിയക്കാർ വന്നിട്ടുണ്ട്. അതേതായാലും നല്ല കാര്യം. ജയൻ പുറത്തോട്ട് ചെന്നേ അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ കൊടുത്തേരെ. എൻ്റെ പൊടിയാടി വന്ന് ഞാനെന്നാ അങ്ങോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് ജയൻ പോകുന്നു. പൊടിയാടി വളരെ സന്തോഷത്തോടാണ് വരുന്നത്. എടോ പൊടിയാടി, 1500 കോടി തന്നോ? തീർന്നു സാറേ. എത്തേണ്ട അടുത്ത് എല്ലാം ഞാൻ എത്തിച്ചിട്ടുണ്ട്. ആരും വേണ്ടാന്നൊന്നും പറഞ്ഞില്ല, 2 കൈയും നീട്ടി മേടിച്ചു. ഇനിയാണോ പൊടിയാടി ഈ അനന്തപിള്ളയുടെ പ്രകടനം? പ്രതാപവർമ്മയും അവന്റെ അനുയായികളെ കുറെ ഏറാമൂലികളെയും ഞാൻ ശ്വാസം മുട്ടിച്ച് കൊല്ലും. അതൊക്കെ ഇരിക്കട്ടെ പൊടിയാടി, ഈ പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് താൻ ഈ കാശൊക്കെ എങ്ങനെ എത്തിച്ച്? അതെൻ്റെ മാത്രം ഒരു ഐഡിയ സാറേ. ഒരു ആംബുലൻസുകാരനുമായിട്ട് ഞാനങ്ങ് ഒത്തു. എന്നിട്ടൊരു വ്യാജ രോഗി, വ്യാജ ഡോക്ടർ, വ്യാജ നേഴ്സ്, പിന്നെ പോരാത്തതിന് രോഗിയുടെ ഭാര്യയും, ഇങ്ങനെയുള്ള തരികിടകളെയൊക്കെ കൂട്ടി കറക്റ്റായിട്ടുള്ള റിഹേഴ്സലൊക്കെ നടത്തി കോടികളൊക്കെ അങ്ങോട്ടങ്ങ് കടത്തി. എന്നിട്ടും വഴിയിൽ പോലീസുകാരൊക്കെ തടഞ്ഞു. മരണത്തോട് മല്ലടിക്കുന്ന രോഗിയും കരഞ്ഞ് നിലവിളിക്കുന്ന ഭാര്യയും പിന്നെ മറ്റു സെറ്റപ്പുകളൊക്കെ കണ്ട് പോലീസുകാർ പോലും കരഞ്ഞുപോയെന്ന് പറഞ്ഞാൽ മതി. അനന്തപിള്ള സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചോണ്ട്, എടാ പൊടിയാടി, നീ എന്നെ അങ്ങ് വിഴുങ്ങുവോടാ. വേണുവേട്ടൻ ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാധമ്മയുടെ ഫ്രണ്ട് സാവിത്രി അങ്ങോട്ട് വരുന്നുണ്ട്. രാധമ്മയില്ലേ വേണുവേട്ട? ഉണ്ടല്ലോ, ഞാൻ വിളിക്കാമല്ലോ. എടി രാധേ, ഇങ്ങോട്ട് വന്നേ, വേണ്ട സാവിത്രി വന്നിരിക്കുന്നു. രാധമ്മയും പ്രിയയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. സാവിത്രി പറയാ, ഒരാഴ്ച ഞാനിവിടെ ഇല്ലായിരുന്നു, വന്നപ്പോഴാണ് വിശേഷങ്ങളൊക്കെ അറിഞ്ഞത്. സാവിത്രി, മകളുടെ പ്രസവമൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു രാധമ്മേ, നോർമൽ ഡെലിവറി ആയിരുന്നു. കൊച്ചും തള്ളയും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അവിടെ ആയിരുന്നുകൊണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊന്നും ശരിക്കും അറിഞ്ഞില്ല. ഇവിടെ വന്നപ്പോൾ നമ്മുടെ അയൽക്കൂട്ട മെമ്പർ തങ്കമണി ആ വിവരങ്ങളൊക്കെ പറഞ്ഞത്. സെക്രട്ടറി രാധമ്മയുടെ വീട്ടിൽ വന്ന് ചില പുകലൊക്കെ ഉണ്ടാക്കിയില്ലേ?
പ്രിയയ്ക്ക് ഇവരെയും കൊണ്ട് കണ്ടിട്ട് തീരെ സുഖിച്ചില്ല. ഒരു വല്ലാത്ത ദേഷ്യഭാവത്തിൽ നിൽക്കുവാണ്. പ്രിയയുടെ ജാടയും വേഷമൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്നാൽ എന്തൊരു മകളായിപ്പോയി ആ ശ്രീലക്ഷ്മി. ആ ഹരീഷും രുക്മിണിയൊക്കെ എന്തെങ്കിലും ആയിപ്പോക്കോട്ടെ, അവർ രണ്ടുപേരും ഏത് തരക്കാരാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. എന്നാലും ശ്രീലക്ഷ്മി നിങ്ങളുടെ മകളല്ലേ? ഒരമ്മയോട് മകൾ ഇങ്ങനെയൊക്കെ പെരുമാറുമോ? രാധമ്മ വിഷമിക്കല്ലേ. ചില മക്കൾ ഇങ്ങനെയൊക്കെയാ, ഭർത്താവിനോടും അവരുടെ വീട്ടുകാരോടും ചേർന്ന് മാതാപിതാക്കളോട് ഇങ്ങനെ പല പണികളും കാണിക്കും. പ്രിയ ദേഷ്യം കൊണ്ട് മനസ്സിൽ പറയുക, ഒരു ഉപദേശക്കാരി വന്നിരിക്കുന്നു, ശ്രീലക്ഷ്മി ഇങ്ങനെയൊക്കെ പെരുമാറിയെങ്കിലേ അവളുടെ കൊച്ചിനെ നഷ്ടപ്പെട്ടതുകൊണ്ട്. സാവിത്രി, കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ച വേദന ഒന്നും സാവിത്രിക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിന് അളവില്ല. വേണുവേട്ടനും രാജുവും എൻ്റെ ഋതുമോളും ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. രാധമ്മ സങ്കടപ്പെടാതെ, ഞങ്ങളൊക്കെ കൂടെയില്ലേ. മക്കളുടെ സ്നേഹമൊക്കെ ഒരുവിധം കണക്കാ. വേണുവേട്ടൻ ഇങ്ങനെ പറയുക. ഇത്രയും വലിയ കുടുംബത്തിലെയാണെന്ന് എന്തെങ്കിലും ഒരു ഭാവം ഉണ്ടോ ആ കുട്ടിക്ക്? സൂര്യമംഗലം കൊട്ടാരത്തിലെ കൊച്ചു തമ്പുരാട്ടി, ആ ഭാവം എന്തെങ്കിലും ആ കൊച്ചിൻ്റെ സ്വഭാവത്തിൽ കാണുന്നുണ്ടോ? അത് ഞങ്ങളുടെ ഭാഗ്യവാ സാവിത്രി. മക്കളെ കൊണ്ട് ഗുണം കിട്ടിയില്ലെങ്കിൽ മരുമക്കളെ കൊണ്ടെങ്കിലും കിട്ടും. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ വേണുവേട്ടനും ഇങ്ങനെ പറയുക. പ്രിയയ്ക്കാണ് ദേഷ്യം കൊണ്ട് നിൽക്കാൻ വയ്യ. ആ ഋതിക മോളെ നിങ്ങളെ രണ്ടുപേരെ നന്നായിട്ട് നോക്കും, അതിനകത്ത് യാതൊരു സംശയം വേണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പ്രിയ, അതെ നിങ്ങൾ അമ്മയെ കാണാൻ വന്നതെ കണ്ടിട്ട് പോയിക്കോണം. ഭാരിച്ച കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടണ്ട. കുറെ നേരമായിട്ട് ഞാനിത് സഹിക്കുന്നു. ഒരു മരുമകൾ പുരാണം. സാവിത്രി അങ്ങോട്ട് ചാടി എഴുന്നേറ്റിട്ട് പറയും, പ്രിയ നീ തലമറന്ന് എണ്ണ തേക്കരുത്. നീ ഇപ്പൊ വലിയ പത്രാസുകാരിയായിട്ട് നടക്കുന്നതൊക്കെ നിന്റെ കെട്ടിയാറുണ്ടല്ലോ, അവൻ വലിയ പപ്പുവായിട്ട് നടക്കുന്നതൊക്കെ ആ ഋതിക കൊച്ച് കാരണമാ. അതെ, നിങ്ങളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് കേട്ട് ദേഷ്യത്തോടെ വേടുവേട്ട ചാടി എഴുന്നേറ്റ്, നിർത്തടി, വീട്ടിൽ വരുന്നവരുടെ മര്യാദകേടും തർക്കുത്തരം പറയുന്നോ നീ? അടിച്ചു നിന്റെ കരണം പോക്കി ഞാൻ. സാവിത്രി പറഞ്ഞ നേരല്ലയോടി. അവളുടെ ഒരു അഹങ്കാരം. സാവിത്രി ക്ഷമിക്ക്, ഞാൻ ക്ഷമയോദിക്കുക. എന്ത് ചെയ്യാനാ, വിവരദോഷിയാ. സാരമില്ല വേണുവേട്ടാ, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പോഴേ അയൽക്കൂട്ടത്തെ കാണാൻ രാധമ്മേ എന്ന് പറഞ്ഞിട്ട് സാവിത്രി അവിടെ നിന്ന് അങ്ങ് പോവുക. ഈ സമയം ദീപക് അനന്തംപിള്ളയെ വിളിക്കുന്നു. ദീപക്കാണല്ലോ. ദീപക് മോനെ, അങ്കിളെ ഈ അവസാന ഘട്ടത്തിൽ എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അതൊന്നും വേണ്ട മോനെ. അങ്കിളെ 7 മണി ആകുന്നവരെ എനിക്കൊരു സമാധാനവും ഇല്ല. ദീപക്കിന്റെ പരിങ്ങിയുള്ള സംസാരം രാജു കാണുന്നുണ്ട്. രാജുവിനെ കണ്ടതും ദീപക് ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായിരിക്കും 7 മണിക്ക് നടക്കാൻ പോകുന്ന എക്സ്പ്ലോസീവ് ന്യൂസ്? 7 മണിക്ക് മുമ്പ് തന്നെ അത് രാജു എങ്ങനെങ്കിലും കണ്ടുപിടിക്കുമോ? അത് കണ്ടുപിടിച്ച് തടുക്കുമോ? എന്തായിരിക്കും അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്നുള്ളത് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.